നീ വേണേ കരഞ്ഞോ, അവളെ കൂടി കരയിപ്പിക്കല്ലേ. പോണോ പേര്? ഹലോ ഹലോ, അയ്യേ എന്താ ഇത്? മാമൻ പറയണമെന്ന് കേക്ക്. മരണമെന്ന് പറഞ്ഞാ ഇങ്ങനൊക്കെ തന്നെയാ. അത് ഏത് കോലത്തിൽ എപ്പോഴാ കയറി വരെന്ന് പറയാനൊക്കില്ല. എനിക്കുമ്പോ തന്നെ മരിക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നവരാ നമ്മളൊക്കെ. കുമാരൻ ക്യൂ പാലിക്കാതെ ഓവർടേക്ക് ചെയ്തു, അത്ര തന്നെ. കനത്ത മഴ, ഇന്ത്യ ഇസ്രയേൽ കരാർ ഏപ്രിൽ തീരുമാനം. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തപ്പി നടക്കാതെ ആ കുമാരന്റെ അജ്ഞാതീടം വല്ലോടത്ത് പൊന്തിയാന്നൊന്ന് തപ്പി നോക്കടാ. ഗോപാല, പറ്റിലെഴുതിക്കോ. ഇങ്ങനെ പറ്റിലെഴുതി എന്താ എന്റെ ഉദ്ദേശം? പെൻഷൻ കിട്ടിട്ടോ? ഓ അങ്ങനെ പെൻഷൻ കിട്ടിയാ പിന്നെ ഈ വഴിക്ക് കാണില്ലല്ലോ. ഇവന്റെ ഒക്കെ ഒരു യോഗം. ഇതൊക്കെ കാണുമ്പോ ചിലപ്പോ തോന്നും എന്റെ 2 കണ്ണും കുത്തിപ്പിടിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നാലോ ഒന്നും. കുമാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാ ചേട്ടാ? എന്താ? മരിച്ച കുമാരന്റെ വീട്ടിലേക്കുള്ള വഴി. അതെ, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പോസ്റ്റിന്റെ അപ്പുറത്തൂടെ ചെല്ലുമ്പോ അവിടെ ഒരു വളവുണ്ട്. ആ വളവിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഇടതുവശത്തേക്ക് ഒരു തിരിവുണ്ട്. ആ തിരിവിന്റെ അവിടെ ചെന്ന് മനസ്സിലായില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. വന്നാ വാ. ഡോർ അവിടെ. കണ്ണ് കാണാൻ പറ്റാത്തവനോടാ വഴി ചോദിക്കുന്നത്. അവന് കണ്ണ് കാണില്ലെന്നുള്ള കാര്യം മൈൻഡ് ചെയ്യണ്ട. 2 കണ്ണുള്ളവരെക്കാൾ കറക്റ്റാ കാര്യങ്ങള്. വേണമെങ്കിൽ ഒരെണ്ണം കൂടുതലാണെന്ന് പറയാം. ധൈര്യമായിട്ട് കൂടെ കൂട്ടിക്കോ, അത് തന്നെയാ വഴി. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ കാറായതുകൊണ്ട് കേറാന്ന് വിചാരിച്ചു. ടൈലറേ, ടൈലറേ, തയ്ച്ച കുപ്പായത്തിന് വീണ്ടും അളവെടുക്കാൻ നിൽക്കല്ലേ. കേറി പോടിയാത്തേ. നോക്കി നടക്കണം. പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പടി മരങ്ങളാ. വെട്ടിവിറ്റ നല്ല കാശാ, പക്ഷെ വെട്ടാൻ പറ്റൂല. എനിക്ക് തോന്നുന്നതേ ഇവർ സ്ഥലം വാങ്ങാൻ വന്നാണ്. മാഷേ, ഇത് കുമാരന്റെ ചേട്ടനും ഭാര്യയാ. ഈ തനിയൻ. ഇവിടെ 3-4 പടിയുണ്ട്, സൂക്ഷിക്കണം. 3-4 ദിവസം നമുക്ക് ഇവിടെ നിൽക്കാവുന്ന. പിന്നെ എല്ലാം നീ പറയുന്നത് പോലെ. ഇവരിവിടെ എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മനുഷ്യ. നിങ്ങൾ ആരെയും പേടിക്കുന്നേ? എനിക്കാരെയും പേടിയില്ല, നിന്നെ മാത്രമേ പേടിയുള്ളൂ. എന്നെ പേടിച്ചിട്ട് ചില ആൾക്കാർ തിരിഞ്ഞ് നടക്കാൻ നോക്കുക. നിങ്ങളുടെ അനിയനല്ലേ? അവൻ പോയില്ലേ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് വിലയുള്ളത്? ഇനി അവളും അവളുടെ ആൾക്കാരും കൂടി അങ്ങോട്ട് കഴിയട്ടെ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബോധവും ഇല്ലാതെ? അവൻ പറയണ കേട്ടാ തോന്നും അവന്റെ അനിയനെ കൊന്ന ഞങ്ങളൊക്കെ കൂടിയാണ്. എന്താ പറഞ്ഞത്? തന്നോട് ഞാൻ പറഞ്ഞിടോ. എന്റെ മരുമകളുടെ വീടായത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയും. മരുമകള് കണ്ണും കൈയും കാട്ടി ആ പാവം ചെറുക്കനെ മയക്കെടുത്തിട്ട് കൊലക്ക് കൊടുത്തില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? ആരാരെ മയക്കെടുത്തെന്ന് ചത്തോടോ ചോദിക്കണോ? വേഗം വിളിച്ചോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവരടോ. തന്നെ പക്ഷം ചേരാ ഇവിടെ ആരുമില്ല. എന്തായിരുന്നു ചത്തും പോയി. ഒരു അടി പിണക്കുന്നുണ്ടല്ലോ. ഒരു അടി കേട്ടിട്ട് കൊറേ കാലമായി. എന്തായതെന്ന് ഒരു മരിച്ച വീടാന്നുള്ള യാതൊരു ബോധവുമില്ലാതെ എന്താ മാഷേ? അത് പിന്നെ ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചതാ. അതെ, മരിച്ച മനുഷ്യന്റെ ശവം പോലും എത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടാകാ ഇതൊക്കെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ പിടിച്ചാ ഞാൻ ഈ പ്രാവശ്യം എന്നെ പൊക്കിയത് തന്നെ. കുട്ടിക്കൊല്ലാതിരുന്ന മതിയായിരുന്നു. ഏതിന് പോകും? ഇതിനെ പോകാം. വീടിലിവിടെ അപ്പൊ എന്നെ പൊക്കാനായിരുന്നില്ലല്ലേ? ചിലപ്പോൾ ഒടുക്കം പിണയും
കഥ പറയണ പ്രായം പോയി തല തിരിയണ കാലം